بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا وقرة أعيننا محمد صلى الله عليه وعلى آله وصحبه والذين اتبعوهم بإحسان علينا وعلى مشايخنا وأساتذتنا وذوينا وأحبابنا ومصنفي كتبنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم. ഇനി ബാബ് തയമ്മത്തിൻ്റെ ബാബ്. അപ്പോൾ അത് ഇവിടെ പറയാനുള്ള കാരണമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. പിന്നെ നജാസത്ത് നീക്കുന്നതിൻ്റെ ശേഷമായതും എന്നപോലെ കുളിയുടെയും ഒളുവിൻ്റെയും തൊട്ട് ശേഷമാകാത്തതിൻ്റെ കാരണമൊക്കെ പിന്നെ ഹിക്മത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹുവ ലുഗത്തൻ തയമ്മും എന്ന് പറഞ്ഞാൽ തയമ്മമ എന്ന് പറഞ്ഞാൽ കസദ എന്ന. അപ്പോൾ തയമ്മമു സഈദൻ തയ്യിബ എന്ന് പറഞ്ഞാൽ പിന്നെ സഈദുൻ തയ്യിബ് കരുതിക്കോട്ടെ എന്ന് കസദ യഖ്സിദു. ഹുവ ലുഗത്തൻ അൽ ഖസ്ദു, പിന്നെ ലക്ഷ്യം വെക്കുക എന്നർത്ഥം. കരുതുക എന്ന് പറഞ്ഞാലേ നിയ്യത്ത് ചെയ്യാന്നുള്ള കരുതൽ നല്ലത്, ലക്ഷ്യം വെക്കുക. പിന്നെ വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ എന്ന് പറഞ്ഞല്ലോ, അതിൽ ഒത്തർത്താണ്. പിന്നെ തയമ്മംതു ഫുലാനൻ എന്നും പറയും. അതുപോലെ എന്താണ് തഅമ്മംതു, അങ്ങനെ ഹംസയായിട്ടും പറയും. ഖസത്തുഹു, ആ ഫുലാനെ ലക്ഷ്യം വെച്ചു, ഉദ്ദേശിച്ചു. പിന്നെ അവിടെയാണ് വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, മുതലിൽ നിന്ന് മോശമായത് എന്താണ് ചെലവഴിക്കാൻ വിചാരിക്കരുത് എന്നാണല്ലോ. ഷർഇല് വശർഅൻ ഈസാലു തുറാബി ലിൽ വജ്ഹി വൽ യദൈൻ ബിശറാഇത്ത തഅതി, പിന്നെ മണ്ണിനെ ചേർക്കുക. ഈസാലു തുറാബ്, നമ്മളെ മതം അനുസരിച്ച് തുറാബ് തന്നെ വേണം, പൊടിയുള്ള ഗുബാറുള്ള തുറാബ് തന്നെ വേണമല്ലോ. ലിൽ വജ്ഹി വൽ യദൈൻ, രണ്ട് കയ്യിലേക്കും മുഖത്തേക്കും ചേർക്കുക. മുഖം എന്ന് പറഞ്ഞത് എന്താണ്, മുമ്പ് അതിൻ്റെ അതിർത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൈ കൊണ്ട് ഉദ്ദേശം ഇവിടെ മിർഫക്കൈന് വരെ ഉള്ളതാണ്, അല്ലാതെ എന്താണ് മുൻകൈ എഴുതുക എന്ന് പറഞ്ഞ കൈ കഫൈനി അതിനും പറയുമല്ലോ, യദൈനിന്ന്. കഫ് വരെയുള്ളതിനും യദെന്ന് പറയും, മിർഫക്ക് വരെയുള്ളതിനും പറയും, തോൾ വരെയുള്ളതിനും പറയും. അപ്പോൾ അതിൽ ഇവിടെ മിർഫക്കൈന് വരെ അവിടെ മണ്ണ് ചേർക്കുക. ബിഷറായിത്തെ തെത്തി, ശേഷം വരുന്ന ഷർത്തുകളോട് കൂടെ ചേർക്കുക എന്നാ. ഷർത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം മാലാബുദ്ധമിന്നുമാണ് അല്ലേ. അല്ലാതെ ഷർത്ത് മാത്രം പറഞ്ഞാൽ അപ്പം നിയ്യത്തൊക്കെ ഖാരിജായി പോകൂലേ. തെർത്തീബും വേണമല്ലോ, അത് ഖാരിജായി പോവും. അപ്പം അത് ഖാരിജാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഷറായിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മാലാബുദ്ധമിന്നു. അപ്പോൾ അർക്കാനും ഷുറൂത്തും രണ്ടും പെട്ട്. വഹുവ റുഖ്സത്തുൻ മുത്ലഖൻ, ഈ പറഞ്ഞത് റുഖ്സയാണ്. പിന്നെ എന്ന് പറഞ്ഞത് തയമ്മും റുഖ്സയാണ്. മുത്ലഖൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാ രൂപത്തിലൊന്നും അല്ല, ഇവിടെ അപ്പുറത്തും വേറെ കൈത് പറയുന്നില്ല. അപ്പം തയമ്മത്തിൻ്റെ ഏത് രൂപം എടുത്താലും എന്താണ് അത് മുത്തലക്ക റുഖ്സയാണ്. എന്തല്ല അസീമത്തിൻ്റെ രൂപം അതിലില്ല എന്നർത്ഥം. ചിലരിത് അസീമത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വക്കീല അസീമത്തെന്ന് ഷർവാനി എഴുതിയിട്ടുണ്ട്. വബിഹി ജസമ ഷെയ്ഖ് അബു ഹാമിദ് അൽ ഇസ്ഫറായിനി റഹിമത്തുള്ളാഹി അലൈഹി, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബിഹി ജസമ എന്നല്ലേ. പിന്നെ എല്ലാ രൂപത്തിലും തന്നെ തഫ്സീലിന്റെ ഒരു കൗലുണ്ട്, അതിനാണ് ഇവിടെ മുത്തലക്ക് എന്ന് പറഞ്ഞത്. ഫൈൻ തയമ്മമാലി ഫഖദിൽ മാഇ ഫഅസീമത്തുൻ ഔലി ഉസ്രിൻ ഫറുഖ്സത്തുൻ എന്നൊരു കൗല് ഒരു ഖീല എന്താണ് ഷർവാനി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ തൊട്ട് പറഞ്ഞതാണ് എന്ത് മുത്തലക്കൻ.
അപ്പൊ വെള്ളമില്ലാത്തത് കൊണ്ടാണെങ്കിലും മറ്റു ഉദറിന് വേണ്ടി ആണെങ്കിലും റുഖ്സയാണ് ആ മുത്തലഖിന്റെ അർത്ഥം. പിന്നെ വസിഹത്തുഹു ബിത്തുറാബിൽ മഗ്സൂബി ലികൗനിഹി ആലത്ത അർറുഖ്സത്തി ലൽ മുജവ്വിസ ലഹാ വൽ മുംതനിഉ ഇന്നമാ ഹുവ കൗനു സബബിഹൽ മുജവ്വിസി ലഹാ മഅസിയത്തൻ. അതായത് പറയുന്നത് ഇത് അസീമത്താണ് എന്ന് പറഞ്ഞ ഒരു തെളിവ് പറഞ്ഞിട്ടുണ്ട്, അതിന് റദ്ദ. അതായത് മഗ്സൂബായ മണ്ണുകൊണ്ട് തയമ്മം സഹിയാവുമല്ലോ. അപ്പൊ മഗ്സൂബായ മണ്ണുകൊണ്ട് തയമ്മം സഹിയാവുമ്പോ റുഖ്സയാണെങ്കിൽ മഅസിയത്ത് ഉണ്ട് സഹിയാവൂലല്ലോ. അപ്പൊ ഇത് അസീമത്താകണ്ടേ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് മറുപടി പറഞ്ഞതാണ്, ഇത് അസീമത്താണ് അല്ല, എന്ത് റുഖ്സയാണ്. പക്ഷേ സിഹത്തു തയമ്മം സഹിയാകുന്ന ബിത്തുറാബിൽ മഗ്സൂബി മഗ്സൂബായ മണ്ണുകൊണ്ട് സഹിയാകുന്നത് ലി കൗനിഹി ആലത്ത റുഖ്സത്തി, ഈ മണ്ണ് എന്നുള്ളത് റുഖ്സന്റെ ആലത്താണ്. ലൽ മുജവ്വിസുലഹ, അത് പിന്നെ തുറാബ് എന്തല്ല റുഖ്സയെ ജായിസാക്കുന്ന കാര്യമല്ല. ജായിസാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ശേഷം പറഞ്ഞ അസ്ബാബുകൾ ഉണ്ടല്ലോ, അതിൽ പറയുന്ന ഏതെങ്കിലും ഒന്നാണ് ഫഖ്ദുൽ മായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താണ് പറയുന്ന കാരണങ്ങളുണ്ട്. അതാണ് ശരിക്കും മുജവ്വിസ്. ആ മുജവ്വിസായ ആ ജായിസായ റുഖ്സന്റെ ആലത്താണ് തുറാബ് എന്ന് പറയുന്നത്. വൽ മുംതനിഉ എന്ന് പറഞ്ഞാല് സഹിയാകാതിരിക്കല് എന്നർത്ഥം, മുജവ്വിസിന്റെ മുഖാബില. അപ്പൊ ജായിസ് ആക്കാതിരിക്കല്, ഏത് റുഖ്സയെ ജായിസാക്കാതിരിക്കല് എന്താണ്? ഇന്നമാ ഹുവ കൗനു സബബിഹൽ മുജവ്വിസി ലഹാ മഅസിയത്തൻ. ലഹ എന്ന് പറഞ്ഞതിന്റെ ദമീർ പിന്നെ റുഖ്സയിലേക്കാ. ആ റുഖ്സയെ ജായിസാക്കുന്ന ആ റുഖ്സയുടെ സബബായിരിക്കുക മഅസിയത്തായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് യാത്രക്കാരന്റെ യാത്ര മഅസിയത്താണ് എന്നുണ്ടെങ്കിൽ അപ്പൊ എന്താവൂല, ജമ്മും കസറൊന്നും ജായിസാവൂല. കാരണം യാത്ര എന്നുള്ളത് ആ ജമ്മും കസറിനെയൊക്കെ മുജവ്വിസാക്കുന്ന ജായിസാക്കുന്ന സബബാണല്ലോ. അതോ പാടില്ല. പിന്നെ വമിൻ ഖുസൂസിയാത്തിന എന്നുപോലെ ഹുവ റുഖ്സത്തുൻ മുത്തലഖൻ, അതിന്റെ മേൽ അത്ഫാണ്. വമിൻ ഖുസൂസിയാത്തിന, ആ തയമ്മം നമ്മളെന്താണ് ഖുസൂസിയാത്തിൽപ്പെട്ട നമ്മളെ ഉമ്മത്തിന്, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മളെ ഖസായിസിൽപ്പെട്ടതാണ്. അതിന് മുമ്പ് മശ്റൂആയിട്ടുണ്ടായില്ല. അപ്പൊ അത് റുഖ്സത്തുൻ എന്നുള്ളതിന്റെ മേലെ അത്ഫായിട്ട് വമിൻ ഖുസൂസിയാത്തിന. പിന്നെ വഫുരില സനത്ത 40, ഇത് എന്നാ ഫർളായത്? അത് ഹിജറ 4 പിന്നെ വഖീല സിത്തുൻ, സിത്തിൻ എന്നും വായിക്കാം, സനത്ത സിത്തിൻ. വഖീല സിത്തിൻ എന്താണ്? സനത്ത സിത്തിന് എന്താണ് ചില നുസ്ഖയിലുണ്ട്. അപ്പോ 6 വർഷമാണ്. 4 6 ഖിലാഫുണ്ട്. 4 റാജിഹ്. വല്ലസ്ലു ഫീഹിൽ കിതാബു വസ്സുന്നത്തു വൽ ഇജ്മാഉ, ഇതിന്റെ അസ്ല് കിതാബും സുന്നത്തും ഇജ്മാഉം എല്ലാം എന്താണ് പിന്നെ തെളിവായിട്ടുണ്ട് എന്നർത്ഥം. അത് ജായിസാണ് എന്നുള്ള തയമ്മം എന്താണ്? ഈ ഉളുവിന് പകരം ഈ പറയുന്ന സ്ഥലങ്ങളിൽ, അതായത് തയമ്മമുൽ മുഹദ്ദിസുൽ അസ്ബാബിൻ എന്നിങ്ങനെ പറഞ്ഞിട്ട്, അപ്പൊ അസ്ല് തെളിവ് ഇവിടെ പറയാൻ പറ്റുള്ളൂ. അല്ലസ്ലു ഫീഹി എന്ന് പറഞ്ഞത് ചില സ്ഥലത്ത് എന്താവും, പറഞ്ഞ മസല ഹുക്കുമ് സരീഹായിട്ട് തെളിവിൽ ഇല്ലാതിരിക്കുമ്പോ വല്ലസ്ലു ഫീഹി എന്നിങ്ങനെ പറയും. ലി ഖൗലിഹി എന്ന് പറയാതെ, ലി ഹദീസി എന്നിങ്ങനെ പറയാതെ അങ്ങനെ പറയും. ഇവിടെ അതല്ല, ഇവിടെ തയമ്മും മശ്റൂആണ് എന്നുള്ളത് അതല്ലേ, അതേ ഉള്ളൂ. അപ്പൊ അത് കിതാബ് സുന്നത്ത് ഇജ്മാ അങ്ങനെ അസ്ല് തെളിവേ പറയാൻ പറ്റുള്ളൂ. കാരണം തയമ്മത്തിന്റെ ഒരു ഹുക്കുമോ അല്ലെങ്കിൽ അതിന്റെ ഒരു സബബോ ഒന്നും പറഞ്ഞിട്ടല്ലല്ലോ. അതിനുശേഷം പറയുന്നുണ്ട് ഫലം തജിദുമാ തയമ്മമു എന്ന ആയത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് ആ മസല പറഞ്ഞപ്പോ ആയത്ത് പറയുമ്പോ എന്താവും? ഖൗലിഹി തആല പറ്റും, അല്ലെ ഖാല തആല പറ്റും, അങ്ങനെ. ഇനി തയമ്മമുൽ മുഹദ്ദിസ് വൽ ജുനുബു ലി അസ്ബാബിൻ എന്നാണ്. അഹദുഹാ ഫഖ്ദുൽ മായി. പിന്നെ അപ്പോ മുഹദ്ദിസ്, അപ്പൊ ആരൊക്കെ തയമ്മം ചെയ്യാമെന്നാ പറയുന്നത്? ചെറിയ ശുദ്ധിക്കാരൻ ഇജ്മാൻ, അവിടെ ഇജ്മാണ്ട്. പിന്നെ നജാസത്തിനെ തൊട്ട് എന്താണ് ഖുഫ തടകലില്ല നമ്മൾ മുമ്പ് പറഞ്ഞു.
എന്ന പോലെ തൊട്ട മുത്തനജ്ജിസിനെ തൊട്ട് എന്താണ് തയമ്മം ചെയ്തിട്ട് ശുദ്ധീകരിക്കാൻ അത് കഴിയൂല. അപ്പൊ ഇവിടെ അതാണ് മുഹദിസ് ജുനുബ് രണ്ടാളെ എന്ത് നബി മുഹമ്മദ് റളിയല്ലാഹു അൻഹു മിന്നാജിൽ പറഞ്ഞു. ഇബ്നു ഹജർ റഹിമഹുല്ലാഹു ഹൈദു വൻ നുഫസാഉ വൽ മഅ്മൂറു ബിഗുസ്ലിൻ ഔ വുളൂഇൻ മസ്നൂനിൻ വകദൽ മയ്യിതു. ഇത്ര ആൾക്കാരെ പറയുന്നുണ്ട്. അപ്പൊ അതില് എന്താണ് ഷർവാനി പറയുന്നുണ്ട് മുത്തനജ്ജിസ് ഒഴിവായി. കാരണം അപ്പൊ നജാസത്തിന് വേണ്ടി തയമ്മം ചെയ്യലില്ല, ഹദസിന് വേണ്ടി. ജനാബത്തിൽ ഖബരി സഹീഹി ഫീഹി, അതിൽ സഹീഹായ ഹദീസ് ഉണ്ട്, ജനാബത്തുകാരന് തയമ്മം ചെയ്യാമെന്ന് സഹീഹായ ഹദീസ് ഉണ്ട്. പിന്നെ അത് അബൂ മൂസാ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരാളിന് ജനാബത്തുണ്ടായാല് 1 മാസം വെള്ളം കിട്ടിയില്ല, തയമ്മം ചെയ്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ എന്താണ് ഫകൈഫ തസ്നഊന ബിഹാദിഹിൽ ആയത്തി ഫീ സൂറത്തിൽ മാഇദ ഫലം തജിദൂ മാഅൻ ഫതയമ്മമൂ സഈദൻ തയ്യിബാ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നില്ല റുഖിസ ലഹും ഫീ ഹാദാ ഔശകു ഇദാ ബറദ അലൈഹിമുൽ മാഉ അൻ യതയമ്മമു സഈദ എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്താണ് അതൊരു ദീർഘമായ സംഭവം. അപ്പോ പിന്നെ അബൂ മൂസാ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. പിന്നെ അമ്മാർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാളും കൂടിയിട്ട് എന്താണ് ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഒരാവശ്യത്തിന് പോയി. അങ്ങനെ അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് എന്ത് ചെയ്ത് ജനാബത്തുണ്ടായി, അപ്പൊ വെള്ളം കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്ത് അമ്മാർ റളിയല്ലാഹു അൻഹു മണ്ണിൽ കിടന്നു ഉരുണ്ടു. തമറഖ്തു ഫിസ്സഈദി കമാ തമറഖു ദാബത്തു, മൃഗം ഉരുളും പോലെ മണ്ണിൽ ഫുള്ള് കിടന്ന് ഉരുണ്ട്. അതൊരു ഇജ്തിഹാദ്. അതായത് വുളുവിന് തയമ്മം ചെയ്യുക എന്ന് പറഞ്ഞ് മുഖവും എന്ന പോലെ 2 കൈയും തടകലാണല്ലോ മണ്ണുകൊണ്ട്. അപ്പൊ ജനാബത്തിന് തയമ്മം ചെയ്യണമെങ്കിൽ ശരീരം മുഴുവൻ മണ്ണ് വരട്ടേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് മണ്ണ് കിടന്നുണ്ട്. എന്നിട്ട് നിസ്കരിച്ച്, എന്നിട്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ അവരെന്തെങ്കിലും മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ വരുമ്പോൾ അതവർ പറഞ്ഞ് എന്താണ് അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തിപ്പിക്കും. അപ്പൊ അങ്ങനെ പിന്നീട് അത് വന്നിട്ട് അമ്മാർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്നമാ യക്ഫീക കാന യക്ഫീക അൻ തസ്നാ ഹകദാ, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് മുഖത്തും 2 കൈയും മണ്ണുകൊണ്ട് തടയി കാണിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹ് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, മുസ്ലിമിലൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് എന്ത് ജനാബത്തിൽ സഹിഹായ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ വൽ ഹായിദു, ഹായിദുകാരിയും വൻ നുഫസാഉ വൽ മുമൂറു ബിഗുസ്ലിൻ. അപ്പൊ നേരത്തെ പറഞ്ഞൊക്കെ വാജിബായ കുളിയ, അതുകൊണ്ട് ബിഗുസ്ലിൻ ഔ വുളൂഇൻ മസ്നൂനിൻ. ആദ്യം പറഞ്ഞത് മുഹദിസ് എന്ന് പറഞ്ഞത് എന്താണ് വുളൂ വാജിബാണല്ലോ. അപ്പൊ അത് സുന്നത്തായ എന്താണ് വുളൂ, സുന്നത്തായ കുളി. ആ പറഞ്ഞ എല്ലാവരും കൽപ്പിക്കപ്പെട്ടവർ, സുന്നത്തായ കുളി കൊണ്ട് കൽപ്പിക്കപ്പെട്ട ആളും തയമ്മം ചെയ്യണം, സുന്നത്തായ വുളൂ കൊണ്ട് കൽപ്പിക്കപ്പെട്ട ആളും തയമ്മം ചെയ്യണം. വക്കദൽ മയ്യിത്തു, ഇങ്ങനെ തന്നെ മയ്യിത്തിനും തയമ്മം ചെയ്യും. അല്ലെ, മയ്യിത്തിനെ കുളിപ്പിക്കാൻ പറ്റാഞ്ഞാൽ തയമ്മം ചെയ്യുമല്ലോ. അപ്പൊ ഒരു ഇഷ്കാല് ഇത്രയും ആളുണ്ടായിട്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു 2 ആളെ മാത്രം പറഞ്ഞെന്താണ് വഖസ്സൽ അവ്വലൈൻ. മുസന്നിഫ് ആദ്യം പറഞ്ഞ മുഹദിസ് ജുനുബിനെ മാത്രം പറഞ്ഞാൽ അന്നഹ മഹല്ലുൻ നസ്സി, അവിടെയാണ് എന്ത് ഇജ്മാഉം എന്ന പോലെ ഹദീസ് ഉള്ളത്. മഹല്ലുൻ നസ് വ അഗ്ലബു മിനൽ ബഖിയ്യത്തി എന്ന പോലെ അത് രണ്ടുമാണ് അഗ്ലബു, ഗാലിബ്, കൂടുതലും അവർക്ക് 2 ആൾക്കും ആവശ്യം വരിക മറ്റുള്ളവരെക്കാൾ. അപ്പൊ എന്താണ് കൂടുതൽ ഗലബത്ത് പരിഗണിച്ചിട്ടും എന്ന പോലെ നസ് വാരിദായത് പരിഗണിച്ചിട്ടും. നസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇജ്മാഇ എന്നല്ലേ പറഞ്ഞേ, ആ ഇജ്മാഇന്റെ മുസ്തനദ് ഒരു നസ്സാണല്ലോ, അതാണ് നസ് എന്ന് പറഞ്ഞത്. മഹല്ലുൻ നസ് ലി അസ്ബാബിൻ വയക്ഫി ഫീഹ അൽ-ലന്നു കമാ ഖാലഹു റാഫിഉ റഹിമഹുല്ലാഹ്. അപ്പൊ ഈ സബബുകള് യഖീനാക്കണോ വേണ്ടേ? ചില സ്ഥലങ്ങളിൽ ഇനി ശേഷം വരുന്ന ചില സംഗതി യഖീൻ തന്നെ ആകണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അസ്ബാബ് പറഞ്ഞപ്പോ ആ സബബുണ്ടായി എന്നുള്ളത് ലന്നുണ്ടായാൽ മതി എന്ന് പറഞ്ഞു. വയക്ഫി ഫീഹ അൽ-ലന്നു കമാ ഖാലഹു റാഫിഉ റളിയല്ലാഹു അൻഹു. തൻബീഹുൻ ജഅലുഹു ഹാദിഹി അസ്ബാബൻ. മുസന്നിഫ് റഹിമഹുല്ലാ ആക്കി, ജഅലുഹു ഇതിനെ ആക്കിയതാ. മുസന്നിഫ് ഹാദിഹി എന്താണ് ഈ ലി അസ്ബാബിൻ എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത് അഹദുഹ എന്നാണല്ലോ, ഫഖദുൽ മായി. അപ്പൊ ഇതിനെ ആക്കിയത്
അസ്ബാബൻ സബബുകളാക്കിയത് നളറ ഫീഹി മുസന്നിഫ് റഹിമഹുള്ള നോക്കിയതാണ്. ഫീഹി ഇതില് ലില്ലാഹിരി അന്നഹ അൽ മുബീഹത്തു അസ്ബാബൻ നളറ ഫീഹി ലില്ലാഹിരി ഫീഹി എന്ന് പറഞ്ഞാല് അസ്ബാബിലെ ഓരോന്നിലേക്കും മടക്കേണ്ടി വരും. നളറ ഫീഹി എന്ന് പറഞ്ഞതേ അല്ല, അസ്ബാബിലേക്ക് നേരെ മടക്കാന്ന് ഫീഹാന്നല്ലേ. അന്നഹൽ മുബീഹത്തു എന്ന് പിന്നെ ശേഷം പറയുന്നത് ഹാന്നല്ലേ അമീർ. അപ്പൊ നളറ ഫീഹി എന്ന് പറഞ്ഞാൽ മുസന്നിഫ് നോക്കി ഫീഹി ഈ പറഞ്ഞ ഓരോന്നിലും കുല്ലി വാഹിദിൻ മിൻ ഹാദിഹിൽ അസ്ബാബി എന്നർത്ഥം ലാഹിറുള്ള നോക്കിയതാണ്. അന്നഹാൽ മുബീഹത്തു, അപ്പൊ സബബ് മുബീഹാണല്ലോ. അങ്ങനെയാണ് എന്ത് ചെയ്തത്? അല്ല, ഫീഹി എന്ന് പറഞ്ഞാല് ആ ജായിലിലേക്ക് ലമീർ മടക്കിണ്ടാവും, അതാ നല്ലത്. ജായിലുഹു നളറ ഫീഹി, ആ ജായിലിൽ നോക്കിയിട്ടുണ്ട്. ആ നളറ ഫീഹി എന്നുള്ള ജായിലിന്റെ ഖബറുമാണല്ലോ, അപ്പൊ റാബിത്തും ആണല്ലോ. അതെ അതെ. അപ്പൊ നളറ ഫീഹി ആ ജായിലിൽ നോക്കിയിട്ടുണ്ട്. ലാഹിരി ലാഹിറിലേക്ക് നോക്കിയതാണ്. എന്താണ് വേറെ ചില നുസ്ഖയില് നളറ ഫീഹ എന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ അസ്ബാബില് അതിനെക്കുറിച്ച് നോക്കിയത് ലില്ലാഹിരി അന്നഹൽ മുബീഹത്തു ഫലായുനാഫി. അപ്പൊ ഈ സബബുകൾ ഉണ്ടാവുമ്പോ അപ്പൊ അതാണല്ലോ എന്ത് മുബീഹാകുക. ഫലായുനാഫി അന്നൽ മുബീഹ ഫിൽ ഹഖീഖത്തി ഇന്നമാ ഹുവ സബബും വാഹിദുൻ. അപ്പോ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു കാരണമാണ്, ഒറ്റ ഒന്നാണ് യഥാർത്ഥത്തിൽ മുബീഹാകുന്ന സംഭവം. അതെന്താണ്? ഹുവ അൽ അജ്സുൻ ഇസ്തിഅമാലിൽ മാ ഹിസ്സൻ ഔ ശറഅൻ. ഇങ്ങനെ ചുരുക്കി പറയാം. ഇവിടെ ഈ കിതാബിൽ പറയുന്ന അസ്ബാബുകള് എന്താണ്? ലി അസ്ബാബിൻ അഹദുഹ ഫഖ്ദുൽ മാഇ എന്ന് പറഞ്ഞിട്ട്, പിന്നെ രണ്ടാമത്തത് രണ്ടാമത്തേന് കുറെ അങ്ങോട്ട് പോണം. അസാനിയായി അഹ്താജ ഇലൈഹി ലി അത്തശി മുഹ്തറമിൻ വലോ മആലൻ. കണ്ടോ, അതാണ് രണ്ടാമത്തെ. എഹ്തിറാമുള്ളൊരു ജീവിക്ക് ദാഹത്തിന് കുടിക്കാൻ വേണം, വെള്ളമുണ്ട് അങ്ങനെ. മൂന്നാമത്തെ മറളു യഖാഫു മഅഹു മിൻ ഇസ്തിഅമാലിഹി അലാ മൻഫഅത്തി ഉളുവിൻ. രോഗം എന്താണ് എന്ന് പറയാം. അങ്ങനെ 3. പിന്നെ ഇതാണെന്ത് യഥാർത്ഥത്തിൽ കാരണങ്ങൾ. അപ്പൊ ഇതിനെല്ലാം കൂടെ കൂട്ടിയിട്ട് എന്ത് പറയാം? ഹിസ്സിലോ ശറഇലോ എന്തായി വെള്ളം ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ടായിരിക്കുക എന്ന് എന്താണ് ഒറ്റ കാര്യമാണ് അതിന് അജിസ് ഉണ്ടാകുക എന്ന ഒറ്റ കാരണമാണ് ഹഖീഖത്തിൽ മുബീഹ്. പക്ഷെ എന്താണ്, അപ്പൊ അസ്ബാബില്ല. ഈ പറഞ്ഞ 3 ആ ഒരു സബബിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അപ്പൊ ലാഹിറുള്ള നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞതാന്നർത്ഥം. കയ്യില ഇനി തിൽക്ക അസ്ബാബുൽ ഹാദൽ അജ്സീൻ, ഈ അജിസിന്റെ അസ്ബാബുകളാണത്. അപ്പൊ സബബിന്റെ അസ്ബാബിനെ എന്താക്കി? ലാഹിറുള്ള നോക്കിയിട്ട് തയമ്മത്തിന്റെ അസ്ബാബാക്കി എന്നർത്ഥം. തയമ്മത്തിന്റെ സബബ് ഒന്നാണ്, അതിന്റെ അസ്ബാബുകളാണ് ഈ പറയുന്നത്. അതിനെ ലാഹിറുള്ള നോക്കിയിട്ട് തയമ്മത്തിന്റെ നേരെ അസ്ബാബാക്കി. ഇനി ഖീല ലൗ ഖാല ലി അഹദി അസ്ബാബിൻ, ലി അസ്ബാബിൻ എന്നുള്ളിടത്ത് ലി അഹദി അസ്ബാബിൻ എന്ന് മുസന്നിഫ് പറഞ്ഞിരുന്നെങ്കിൽ കാന ഔലാദ് നന്നായനെ എന്ന്, അല്ലെങ്കിൽ എന്ത് തോന്നിപ്പോവും? ലി അസ്ബാബിൻ അഹദുഹ, ഈ 3 കാരണവും ഉണ്ടാകണം എന്നാലേ തയമ്മം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി പോയെങ്കിലോ, ഈ 3 ഓരോന്നും ഉണ്ടാവുമ്പോൾ തയമ്മം ചെയ്യാന്നല്ല മനസ്സിലാകുന്നില്ലല്ലോ എന്നിങ്ങനെ ചിലര് ഇത്റാലായി ഖീല. അതിന് മറുപടി പറഞ്ഞ് വയുറദ്ദു ബി വുളൂഹിൽ മുറാദ് ജിദ്ദൻ. അണ്ടോ, മുറാദ് വാളിഹല്ലേ, വളരെ വാളിഹാണ്, ഒരു ഖഫാവുമില്ല. ഫലാ ഔലവിയ്യത്ത, അപ്പൊ അത് ഔലയാണെന്ന് പറയാനും ഇല്ല. ഇബാറത്തിൽ അഹദി അസ്ബാബിൻ എന്ന് പറഞ്ഞതും ലി അസ്ബാബിൻ എന്താണ്, ഇത് മജ്മൂ വേണം എന്ന് തോന്നിപ്പോല. അതുകൊണ്ട് ആ ഒന്ന് തന്നെ മുറാദ്. പിന്നെ അഹദുഹ ഫഖ്ദുൽ മാഇ ഹിസ്സൻ,
കഅൻ ഹാല ബൈനഹു വബൈനഹു സബ്ഉൻ. അപ്പോൾ ഫഖ്ദുൽ മാഇ എന്ന് ആര് മുസന്നിഫ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളൂ. അതിന് ഷറഹിൽ പറയുന്നത് ഹിസ്സൻ, പിന്നെ എന്താണ് ഔ ശർഅൻ എന്നാണ്. അപ്പോൾ ഹിസ്സില് ഉള്ളതിന് ഉദാഹരണം പറഞ്ഞതാ. കാൻ ഹാല ബൈനഹു ബൈനഹു സബ്ഉൻ, വെള്ളത്തിന്റെയും ഇവന്റെയും ഇടയിൽ മറയിട്ടു, തടസ്സം നിന്നു. സബ്ഉൻ എന്ത് പറയായി? ഒരു ഹിംസ്ര ജീവി, സിംഹം, പുലി, ആന, ഇങ്ങനത്തെ ഒക്കെ. പിന്നെ നാട്ടിലൊക്കെ ആന ഇറങ്ങുന്ന സമയമാണല്ലോ. അപ്പൊ കിണറപ്പുറത്താ, ഇതിനിപ്പുറത്തുവാ. എന്താ ചെയ്യുക? ഫൽ മുറാദു ബിൽ ഹിസ്സി, അപ്പൊ ഹിസ്സൻ തടസ്സം, വെള്ളമില്ല. ഫൽ മുറാദു ബിൽ ഹിസ്സി മാ തഅസ്സറ ഇസ്തിഅമാലുഹു ഹിസ്സൻ എന്ന ഹിസ് കൊണ്ട് ഉദ്ദേശം ഫഖ്ദുൽ മാഇ ഹിസ്സൻ എന്ന് പറഞ്ഞാൽ ഇത് ഉദാഹരണം അയിമത്ത് പറഞ്ഞതാണ്. അപ്പൊ അതിന് മനസ്സിലായി ഈ ഉദാഹരണത്തിന്റെ മേൽ തഫ്രീയാണ്. ഫൽ മുറാദു ബിൽ ഹിസ്സി മാ തഅസ്സറ ഇസ്തിഅമാലുഹു ഹിസ്സൻ എന്ന ഹിസ്സിൽ വെള്ളം ഇല്ലാതിരിക്കുക എന്നല്ല, യഥാർത്ഥത്തിൽ വെള്ളമില്ല എന്നുള്ളതല്ല അർത്ഥം. പിന്നെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഹിസ് അനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. പിന്നെ അപ്പൊ ശർഈ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. വയുഅയ്യിദുഹു ഖൗലുഹും ഫി റാക്കിബി ബഹരിൻ. അപ്പോ ഈ മാ തഅസ്സറ ഇസ്തിഅമാലുഹു ഹിസ്സൻ എന്നാണ് മുറാദ് എന്ന് പറഞ്ഞാൽ മുറാദിനെ തയ്യീദ് ചെയ്യുന്നുണ്ട്. വയുഅയ്യിദുഹു ഖൗലുഹും ഫി റാക്കിബി ബഹരിൻ, കടൽ യാത്ര ചെയ്യുന്ന ആള്, കപ്പല്, തോണിയിൽ, ബോട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന ആള്. ഖാഫ മിനൽ ഇസ്തിഖാഇ മിൻഹു, അയാൾ പേടിച്ചു, അയാൾക്ക് പേടിയാകുന്നു. മിനൽ ഇസ്തിഖാഇ മിൻഹു, ആ ബഹറിൽ നിന്ന് വെള്ളം മുക്കിയെടുക്കാൻ പേടിയാകുന്നുണ്ട്. അപ്പോ ഇയാളിങ്ങനെ എന്താണ് സൈഡിലേക്ക് നോക്കിയാൽ പേടിയാവും. നന്നായിട്ട് കടലല്ലേ വെള്ളം. അപ്പൊ തലയും കുനിച്ച് ഇങ്ങനെ ഇരിക്കുക, സൈഡിലേക്കൊന്നും നോക്കാതെ. ഇങ്ങനെ എന്താണ് പേടിയാകുന്ന ആളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവര് അയിമത്ത് പറഞ്ഞത്. അവരെന്താ പറഞ്ഞത്? ലാ ഇആദത അലൈഹി, അയാളെ മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അയാൾ തയമ്മം ചെയ്ത് നിസ്കരിച്ചു. വെള്ളം എടുക്കാൻ പേടിയാകുന്നുണ്ട്, സൈഡിൽ വെള്ളമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? അയാള് തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ മടക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്തിനെ തയ്യീദ് ചെയ്യുന്നുണ്ട്? ലായാദത്ത അലൈഹിന്ന് കാരണവും പറഞ്ഞു. അന്നഹു ആദിമുല്ലിൽ മായി, ആൾക്ക് വെള്ളം എത്തിക്കാത്ത ആളാണ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പുണ്ടല്ലോ കടലിന്റെ നടുവില വെള്ളമില്ലാന്ന് എന്ന് പറഞ്ഞാല് ഹിസ്സൻ ഇസ്തിഅമാല് തഅസ്സുറായി എന്നാ. ആദിമുല്ലിൽ മായി ഹിസ്സനും കൂടിയാണ് അവിടെ, ശറാനല്ല ഹിസ്സന. പിന്നെ വയത്തറത്തബു അലാ കൗനിൽ ഫഖദി ഹുനാ ഹിസ്സിയ്യൻ. ഇപ്പൊ ഇവിടെ വെള്ളം എന്താണ് ഇല്ല എന്നുള്ളത് ഹിസ്സിയാന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിന്റെ മേൽ തറത്തുഭാവം അതിനെ തുടർന്നു വരും. എന്ത്? സിഹത്തു തയമ്മുമിൽ ആസിബി സഫരിഹി, പിന്നെ ആസിന്റെ തയമ്മുമു സഹീഹാകും. ബി സഫരി, ഇവന്റെ സഫർ കൊണ്ട് ഇവൻ ആസിയാണ്. ഇവൻ പോകുന്നത് എന്താണ്? ഒരു മാസിയത്ത് ചെയ്യാനാണ്. അപ്പൊ ഇവന്റെ സഫർ കൊണ്ട് ആസിയാണല്ലോ. ഹൈന ഇതിൻ എപ്പോ തയമ്മും സഹിയാവും? ഇവൻ കപ്പലിൽ യാത്ര ചെയ്ത് പോകുന്നത് ആ റാക്കിബില് എന്താണ് മുസാഫിറാണല്ലോ. അപ്പൊ ബഹറിൽ യാത്ര ചെയ്ത് പോകുന്ന ഒരു മത്സ്യത്തിനാണ് അല്ലെ എന്നതോടുകൂടെ അവന്റെ തയമ്മം സഹിയാവും. കാരണം എന്താ? ലിഅന്നഹു ലമ്മാ അജസാൻ ഇസ്തിഅമാലിൽ മാഇ ഹിസ്സൻ, ഹിസ്സിൽ വെള്ളം ഉപയോഗിക്കുന്നതിന് അവന് തടസ്സം ഉണ്ടായി. അപ്പൊ ലം യകുൻ ലി തവഖുഫി സിഹത്തി തയമ്മുമിഹി, ഇവന്റെ തയമ്മം സഹിയാകുക എന്നത് ആശ്രയിക്കുന്നതിനില്ല. എന്തിന്റെ മേൽ ആശ്രയിക്കാല? തൗബത്തി, തൗബന്റെ മേൽ ആശ്രയിക്കുക എന്നതിനില്ല. ഫായിദത്തുൻ, ഫായിദയില്ല. അപ്പൊ ഈ എന്താണ് മഅസിയത്തിന്റെ യാത്രയിൽ നിന്ന് ഇവൻ തൗബ ചെയ്തിട്ട് തിരിക്കണം. എന്ത് ചെയ്യുക? ഞാൻ മഅസിയത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്ന് പിന്തിരിയുക. അങ്ങനെ പിന്തിരിഞ്ഞു, ഒന്നി തിരിച്ച് അടുത്ത വണ്ടിയിൽ തിരിച്ചു കയറുക, അടുത്ത കപ്പലിലല്ലേ ബോട്ടിൽ തിരിച്ചു കയറുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. ആ നീയത്ത് ഒഴിവാലും മഴസീയത്ത് മാറുമല്ലോ. പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുക? നല്ലതുകൊണ്ട് വേണ്ടാത്തതുണ്ട്. വേണ്ടാത്ത ഉദ്ദേശിച്ചു പോയതുകൊണ്ടാണ്. ആ വേണ്ടാത്തത് ഒഴിവാക്കി അവൻ തൗബ ചെയ്തിട്ട് നല്ലതിലേക്ക് ലക്ഷ്യം മാറ്റിയാലും മതി. അപ്പോ അങ്ങനെ മാറ്റിയോണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇവനെന്ത് ചെയ്യാൻ പറ്റൂല? വെള്ളം ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പിന്നെ അതിന് ഫായിദയില്ല. അതാ തവക്കുഫിന് ലമ്യക്കുല്ലി തവക്കു ഫായിദത്തുൻ, അതിന് ഫായിദയില്ല.
അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇവൻ ആസിബി സഫറാണെന്നുണ്ടെങ്കിൽ ഇവന്റെ തൈമം ചെയ്യാവും. ബിഖിലാഫി മായിദാക്കാന മാനിഉഹു ശർഇയ്യൻ, ഈ വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള തടസ്സം, മാനിഉഹു എന്ന് പറഞ്ഞാൽ ഇസ്തിഅമാലുൽ മാനിനുള്ള തടസ്സം ശർഇയാകുന്നതിനെതിരായിട്ട്, അതുപോലെ കഅതശിൻ ദാഹം, ഔ മറലിൻ അല്ലെങ്കിൽ രോഗം. അപ്പൊ അങ്ങനെ എന്താണ്, രോഗവും ദാഹവും ഒക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യുക, ഇവന്റെ യാത്ര കാരണമായിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ആ യാത്രയിൽ തയമ്മം ചെയ്താൽ ശരിയാവുമല്ലേ? അത് ശർഇയായ കാരണമാകുമ്പോൾ തയമ്മം ചെയ്താൽ ശരിയാവില്ല എന്നാണ്. ഇബാറത്തുൽ മജ്മൂഇ, അതാ ഈ പറഞ്ഞ മസല മായിദാക്കാന മാനിഉഹു ശർഇയ്യൻ എന്ന് പറഞ്ഞില്ലേ, അത് മജ്മൂഇൽ പറഞ്ഞെങ്ങനെയാണ്, ഇബാറത്തുൽ മജ്മൂഇ ലാ യതയമ്മമു ലിൽ അതശി, ദാഹം ഉണ്ടാകുന്നതുകൊണ്ട്, ദാഹാര അതശു മുഹ്തറമു നമ്മൾ നേർ വായിച്ചല്ലോ, രണ്ടാമത്തെ കാരണം. അപ്പൊ അതസ് മുഹ്തറമു എന്ന് പറഞ്ഞതിന് വേണ്ടി തയമ്മം ചെയ്യരുത്. ആസിം ബി സഫരിഹി, യാത്ര കൊണ്ട് മാസിയത്തുള്ളവൻ, ഖബല തൗബത്തി, തൗബക്ക് മുമ്പ്, ഇത്തിഫാഖൻ, അതിൽ ഖിലാഫില്ല. വകദാ ലൗ കാന ബിഹി ഖുറൂഹുൻ, എന്നപോലെ ഇവന്റെ ശരീരത്തിൽ മുറിവുണ്ടായാല്, ഖറഹിന്റെ ഖുറൂഹ്, ഈ എന്താണ് മുറിവ് എന്നല്ല, ഞൊണല് എന്നല്ലേ പറയാ, പരു കുരു ഇതെല്ലാം ഉണ്ടായാല്, അപ്പൊ അത് രോഗത്തിന്റെ ഒരു ഉദാഹരണമാണ്. വഖാഫ മിൻ ഇസ്തിഅമാലിൽ മാഇൽ ഹലാക്ക, വെള്ളം ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇവൻ പേടിക്കുകയും ചെയ്തു, ഹലാക്കിനെ പേടിക്കുകയും ചെയ്തു. എന്നാല് എന്ത് ചെയ്യരുത്, ഇവൻ മഅസിയത്ത് എന്താണ് തൗബ ചെയ്യാതെ തയമ്മം ചെയ്യരുത്, സഹിയാവൂല. ലിഅന്നഹു ഖാദിറുൻ അല തൗബത്തി, കാരണം എന്താ, ഇവന് തൗബക്ക് സാധിക്കുമല്ലോ. അതായത് ആസിം ബി സഫറാണ്, അപ്പൊ തൗബക്ക് സാധിക്കും. വാജിദുല്ലിൽ മായി, വെള്ളം എത്തിച്ചവനുമാണ്. വെള്ളം എത്തിച്ചു എന്ന് പറഞ്ഞാൽ ഹിസ്സൻ എത്തിച്ചിട്ടുണ്ട്, ഷറയിലാണ് തടസ്സം. അപ്പൊ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഹിസ്സൻ തന്നെ എന്താണ്, വെള്ളം ഇല്ലാത്തവനാണ്. അതാണ് അതും തമ്മിൽ വ്യത്യാസം. ഇനി എന്താണ്, ഖാലത്തഅല, അല്ലാഹു തആല പറഞ്ഞു. ഇതെന്തിന് തെളിവാ, അത് കുറെ കഴിഞ്ഞിട്ടാണല്ലോ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അങ്ങനത്തെ ഒക്കെ പറയാം. ഫഖദുൽ മാഇന് വേണ്ടി തയമ്മം ചെയ്യണം എന്നുള്ളതിന് തെളിവാ. ഖാലല്ലാഹു തആല ഫലം തജിദു മാഅൻ ഫതയമ്മമു എന്ന് പറഞ്ഞു. വെള്ളം കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് എങ്കിൽ ഫതയമ്മമു, നിങ്ങൾ തയമ്മം ചെയ്തോളുക എന്ന് പറഞ്ഞു. അപ്പോൾ ഫഖദുൽ മാഇന് വേണ്ടി തയമ്മം ചെയ്യുക എന്ന് പറഞ്ഞത് ഈ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പിന്നെ ഫൈൻ തയക്കന, അപ്പൊ ഫഖദഹു എന്നാണ്. അപ്പൊ വെള്ളം ഇല്ല എന്നുള്ളത് ഉറപ്പായാല്, ആർക്കുറപ്പ്, അൽ മുസാഫിറു എന്ന് ഇമാം മിന്നാജ് പറഞ്ഞു, അവിൽ ഹാദിറു, യാത്രക്കാരനല്ലാത്തവനും. അത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് കൂട്ടുകയും ചെയ്തു. ഏതായാലും ഫൈൻ തയക്കന ഫഖദഹു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ യഖീൻ കൊണ്ട് ഉദ്ദേശം നേരത്തെ പറഞ്ഞ ഒലബത്തുൽ തന്നെ മതിയോ? ആ അസ്ബാബിന്റെ അവിടെ യക്ഫി ഫീഹൽ തന്നെ എന്ന് പറഞ്ഞല്ലോ, അത് മതിയോ? അത് പോരാ. അതാ ഫൈൻ തയക്കന അൽ മുറാദു ബിൽ യഖീൻ ഹുനാ ഹഖീഖത്തുഹു. അണ്ട, അപ്പൊ ജസ്മ തന്നെ ആകണം. വെള്ളം ഇല്ല എന്നുള്ള ജസ്മ തന്നെ ആകണം. അപ്പൊ അതിന്റെ എതിരിൽ പിന്നെ ഫൈൻ തവഹമ എന്ന് പിന്നെ ശേഷം പറയുന്നുണ്ട്. അപ്പൊ ഒരു വഹുമുണ്ടെങ്കിൽ, അപ്പൊ ആ വഹുമിന്റെ അർത്ഥം എന്താ, ഈ പറഞ്ഞ ഗലബത്തുൽ അന്നിന്റെ മുഖാബലയിൽ വരുന്ന വഹുമാണെങ്കിലും എന്താണ്, തേടണം എന്നാവും. ഈ യഖീനാണ് തേടണ്ട. അപ്പൊ തേടണ്ടാത്ത സ്ഥലത്ത് യഖീൻ തന്നെ ആകണം, ജാസിമാകണം എന്നാ. ഹഖീഖത്തുഹു ഖിലാഫൻ ലിമൻ വഹിമ ഫീഹി, അതില് ഗലത്ത് പറ്റിയ ചിലരുണ്ട്. അവിടുത്തെ യഖീൻ കൊണ്ട് ഉദ്ദേശം ലന്നാണെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയല്ല. ബി ദലീലി മായത്തി ഫി മാന തവഹുമി, ഫൈൻ തവഹമഹു എന്ന് മത്തിൽ വരുന്നുണ്ട്. അവിടുത്തെ തവഹുമിന്റെ മാന അവിടെ പറയുന്നുണ്ട്. അതാണ് ഇതിന് തെളിവ്. ഇവിടെ യഖീന് എന്നതുകൊണ്ട്, യഖീന് തയക്കന കൊണ്ട് യഖീനിന് ഹഖീഖത്താ മുറാദ് എന്നുള്ളതിന് തെളിവ്. കാരണം തവഹമ എന്ന് പറഞ്ഞിടത്ത് ജവ്വസ എന്നാണ് അവിടെ അർത്ഥം പറഞ്ഞത്. സാധ്യത ഉണ്ടെങ്കിൽ എന്നാണ്. ഇംഖാന് എന്ന് പറഞ്ഞത് ലന്നുണ്ടാവുമ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇംഖാൻ ഉണ്ടാകരുത്, എന്നാലേ എന്താവുള്ളൂ. തേടാതെ വെള്ളം ഉണ്ടോന്ന് അന്വേഷിക്കാതെ തയമ്മം ചെയ്യാൻ പറ്റുള്ളൂ. മാനത്തവഹുമി അൽ മുസാഫിറു അവിൽ ഹാദിറു, ആരാണ് ഉറപ്പായത്? യാത്രക്കാരൻ. അവിൽ ഹാദിറു, അല്ലെ യാത്രക്കാരനല്ലാത്തവൻ. ഹലറിലുള്ളവനെ ഹാദിർ എന്ന് പറയും,
സഫറിലുള്ളവന് മുസാഫിർ എന്നറിയും, ഹലറിലുള്ളവൻ യാത്രക്കാരനല്ലാത്തവൻ. വദക്കറല്ലവല മുസന്നിഫ് മുസാഫിറിനെ മാത്രം പറഞ്ഞ എന്തുകൊണ്ടാ? അതിൽ ഗാലിബി, ഗാലിബും അങ്ങനെ അതായതുകൊണ്ടാ. പിന്നെ ഫഖദഹു, ഫഖദ യഫ്ഖുദു, ഫഖദ് എന്ന വസ്ത്രമാണല്ലോ, അതാണ് നേരത്തെ പറഞ്ഞ ആഹിദുഹ ഫഖദുൽ മായി. അപ്പൊ വെള്ളമില്ല എന്നത് ഉറപ്പായാൽ തയമ്മമ ബിലാ തലബിൻ, എന്ത് തലബില്ലാതെ തയമ്മം ചെയ്യുക എന്നതാണ്. അപ്പൊ യഖീന് പിന്നെ വെള്ളം അന്വേഷിക്കേണ്ട, ഉറപ്പാണെങ്കിൽ തയമ്മം ചെയ്യാം. അല്ല എന്താണ് ഉണ്ടാകാനുള്ളൊരു വലിയ വിദൂര സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ച് ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ടേ തയമ്മം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തയക്കന എന്നും തവഹമ എന്ന് പറയുന്നതും തലബ് വേണോ വേണ്ടെന്നുള്ളതിനുള്ള പിന്നെ ഖൈദ. ലിഅന്നഹു ഹീനഇദിൻ അബസുൻ, കാരണം ആ തലബ് ലിഅന്നഹു ആ തലബ് ഹീനഇദിൻ വെള്ളമില്ല എന്ന് ഉറപ്പാകുന്ന സമയത്ത് അബസുൻ അതൊരു വെറുംപണിയാണ്. പിന്നെ അതിന് നിൽക്കണ്ടല്ലോ, വെറുംപണി ചെയ്യണമെന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് വൈൻ തവഹമഹു, അതാ തവഹുമ് എന്ന് പറഞ്ഞു. ഐ ജവ്വസ എന്നാണ് തവഹുമിന്റെ അർത്ഥം. മഹല്ലി ഇമാം പറഞ്ഞത് എന്താണ്? ഐ വഖഅ ഫി വഹ്മിഹി എന്ന, വഹ്മിൽ വഹ്മ് എന്ന് പറഞ്ഞാൽ ദിഹിനിഹി, മനസ്സിൽ സംഭവിച്ചു. തവഹമ എന്ന് പറഞ്ഞാല് അഖ്ത എന്നുള്ള അർത്ഥത്തിന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഖിലാഫൻ ലിമൻ വഹിമ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ അത് വഹമുൻ എന്ന് പറയുന്നത് ഖത്തു എന്നുള്ള അർത്ഥം. ഇതല്ല, വഹുമിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ദിഹില്ല എന്ന് പറഞ്ഞാൽ ഇംഗാൻ ഉണ്ടായിരുന്ന ഐ ജവ്വസ ദാലിക എന്ന് അങ്ങനെ അർത്ഥം പറഞ്ഞിട്ട് മഅലിമാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ തജ്വീസ് ജവ്വസ ദാലിക എന്ന് പറഞ്ഞാൽ തജ്വീസിന് 2-3 എന്താണ് രൂപം ഉണ്ടല്ലോ. തജ്വീസ് റാജിഹ് ഉണ്ട്, അത് തന്നെ. തജ്വീസ് മർജൂഹ് ഉണ്ട്, അത് വഹ്മ്. തജ്വീസ് മുസ്തവി ഉണ്ട്, അത് ഷക്ക്. അപ്പൊ ഇത് 3 പെട്ടു അല്ലെ. പിന്നെ അപ്പൊ തവഹമ എന്ന് പറഞ്ഞത് ലന്നിന്റെയും ഷക്കിന്റെയും എതിരിൽ വരുന്ന വഹുമ് മാത്രമല്ല എന്നർത്ഥം, അതും കൂടി ഉൾക്കൊള്ളുന്ന വഹുമാണ് ഐ ജവ്വസ. അപ്പൊ ഈ ഐ ജവ്വസ എന്ന് പറഞ്ഞതാണ് തവഹുമിന്റെ മാനയിൽ ശേഷം വരുന്ന ഒന്നിന്റെ തെളിവ് എന്ന് പറഞ്ഞാൽ ഒന്നതാ. ഇതാണ് അതിന്റെ അർത്ഥം. വലൗ അലാ നുദൂരിൻ, അത് നാദിറായ അവസ്ഥയിലാണെങ്കിലും ആ തജ്വീസ് വലൗക്കാന അത്തജ്വീസു അലാ നുദൂരിൻ എന്ന നാദിറായ വളരെ ബഈദായൊരു സാധ്യതയാണെങ്കിലും എന്നർത്ഥം. നുദൂരിൻ ഉജൂദൽ മായി, എന്തിന് തവഹമഹു എന്ന് പറഞ്ഞ്? തവഹമഹു എന്ന് പറഞ്ഞത് ഉജൂദൽ മായി, ജവ്വസ ഉജൂദൽ മായി എന്ന ആ ജവ്വസിന്റെ അഫൂലാണ് ഷറഹിൽ ഉജൂദൽ മായി എന്നല്ല, വെള്ളമുണ്ട് എന്നത് സാധ്യത ഉണ്ടെങ്കിൽ. അപ്പൊ തവഹമഹു എന്ന് പറഞ്ഞത് ലമീർ മുലാഫിലയിലേക്കല്ലേ മടങ്ങിയത് അല്ലെ? ഫഖദുൽ മായി അലി അസ്ബാബിൻ ആഹിദുഹ ഫഖദുൽ മായി എന്ന് പറഞ്ഞ മായിലേക്കാണ് ലമീർ മടങ്ങുക, അത് മുലാഫ് ഇലയ്യ. മുലാഫ് ഇലൈഹിലേക്ക് ലമീർ മടങ്ങലോ, അതിനെ ചിലർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതാ പറഞ്ഞ വഅദുൽ ലമീരിൽ മുലാഫ് ഇലൈഹി സായിഖുൻ, അത് ജായിസാണ്. അത് ഖുർആനിൽ തന്നെ ഉണ്ട്. അലാ ഹദ്ദി ഫഇന്നഹു റിജ്സുൻ ഔ ലഹമ ഖിൻസീരിൻ ഫഇന്നഹു റിജ്സുൻ എന്ന് പറഞ്ഞെടുത്ത് ലഹമിലേക്കല്ലല്ലോ ലമീർ അടങ്ങുന്നത്, ഖിൻസീറിലേക്കല്ലേ ലമീർ അടങ്ങുന്ന. അതാ ഫഇന്നഹു റിജ്സുൻ കമാ ഹുവ തഹ്ഖീഖു ഫിൽ ആയത്തി, അവിടുത്തെ തഹ്ഖീഖ് അങ്ങനെയാണ്. ലഹമിലേക്ക് ലമീർ അടക്കിയ ഇമാമിങ്ങളും ഉണ്ട്, എന്നാൽ ഖിൻസീറിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് തഹ്ഖീഖ്. ബൽ മുതഅയ്യിനുൻ ഹുനാ ബിഖരീനത്തി സിയാഖ് ഫലാ ഇത്റാദ, ആയത്തിൽ അങ്ങനെയാണെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലഹ്മിലേക്ക് ലമീർ അടക്കിയാലും മഅന ശരിയാകുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ബൽ മുതഅയ്യിനുൻ ഹുനാ എന്ന് പറഞ്ഞാൽ നമ്മളെ തുഹഫ കിതാബിൽ ഫഇൻതവഖമുഹു എന്ന് പറഞ്ഞാൽ അവിടെ, അതായത് ആയത്തിലല്ല എന്നർത്ഥം, അവിടെ ഇത് മുതഅയ്യിനാണ്. അങ്ങനെ തന്നെ മാർഗമുള്ളൂ, മുലാഫിലയിലേക്ക് മടങ്ങാനേ മാർഗമുള്ളൂ. അത് ഖരീനത്ത് സിയാഖ്, സിയാഖ് എന്ന് അങ്ങനെ കിട്ടുന്നത് ഫലാ ഇത്റാദ. അപ്പൊ മുസന്നിഫിന് തീരെ ഇത്റാദ് ചെയ്യാനില്ല. ഫഇൻ തവഖമഹു തലബഹു, സിയാഖ് എന്ന് പറഞ്ഞാല് ലാഹിഖുൽ കലാമി എന്നല്ലേ, വസാബിഖുഹു ഇതിന്റെ മുമ്പും ശേഷമുള്ളത് അറിയിക്കുന്നത്. അല്ലാതെ പിന്നെ ഇവിടുത്തേക്ക് ലമീർ അടക്കുക വേറെ മർജിയില്ലല്ലോ. അതാ പറഞ്ഞ തലബഹു വെള്ളത്തിനെ അന്വേഷിക്കണം, ഉജൂബൻ നിർബന്ധമായി അന്വേഷിക്കണം, ഫിൽ വക്തി വക്തിൽ സമയമായാലും വെള്ളം അന്വേഷിക്കണം, അതിന് മുമ്പ് നിർബന്ധമല്ല. പിന്നെ
വലൗബി നായിബി ഹിസ്യക്കത്തി, ഇവൻ നേരിട്ട് അന്വേഷിക്കണമെന്ന് അത് വേണമെന്നില്ല. ഇവന്റെ വിശ്വസ്തനായ പകരക്കാരനെ വിട്ട് അന്വേഷിച്ചാലും മതി, ഖാദിമിനോട് നോക്കി വരാൻ പറഞ്ഞാലും മതി. വൈൻ അനാബഹു കബല വക്തി, പകരാക്കുമ്പോ സമയമായതിനു ശേഷം പകരാക്കണമെന്നില്ല, അത് മുമ്പേ ആക്കിയാലും മതി. വൈൻ അനാബഹു നായിബിനെ ഇവൻ പകരാക്കിയാലും ശരി, കബലൽ വക്തി നിസ്കാരത്തിന് സമയമാകുന്നതിന് മുമ്പാണെങ്കിലും അതും മതി. പക്ഷെ ആ നായിബ് അന്വേഷിക്കുമ്പോ വക്തിലായിരിക്കണം അന്വേഷിക്കേണ്ടത്. മാലം യസ്തരിത്ത് തലബഹു കബലഹു, ആ പകരാക്കുമ്പോ ഇവൻ എന്താണ് വക്തിന് മുമ്പ് പകരാക്കുന്നുണ്ടല്ലോ, അതിലേക്ക് മടങ്ങുന്ന. വൈൻ അനാബഹു കബലൽ വക്തി എന്ന് പറഞ്ഞതിന് പിന്നെ ഒരു കൈത് മാലം യസ്തരിത്ത്, അവൻ ഷർത്താക്കിയില്ലെങ്കിൽ തലബഹു വെള്ളത്തിന് അന്വേഷിക്കണം, കബലഹു വക്തിന്റെ മുമ്പ് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് പകരാക്കിയില്ലെങ്കിൽ ശരിയാവും. അങ്ങനെ പറഞ്ഞ് പകരാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾ അന്വേഷിച്ചാൽ മതിയാവില്ല. വലോ വാഹിദൻ, ആ എന്താണ് നായിബ് ഒരാളാണെങ്കിലും ശരി. വലോ വാഹിദൻ ആരെ അൻ റക്ബിൻ, ഒരു യാത്രാ സംഘത്തിനെ ഒന്നായിട്ട് എല്ലാവരും കൂടി ഒരാളെ പകരാക്കി അവിടെ പോയി വെള്ളം ഉണ്ടോ നോക്കി വരാൻ പറഞ്ഞ്, അപ്പൊ ഇയാള് ചുറ്റും നടന്നു നോക്കി വെള്ളമില്ല, എന്നാ അത് മതി. പിന്നെ അപ്പൊ ഒരു സംഘത്തിനെ പകരമായിട്ട് ഒരാൾ അന്വേഷിച്ചാലും മതി. ലിൽ ആയത്തി, നേരത്തെ പറഞ്ഞ ആയത്തിന് വേണ്ടി. ഇപ്പൊ വെള്ളം അന്വേഷിക്കണം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ആയത്ത് എന്തായിരുന്നു? ഫലം തജിദൂമാകുമ്പോ തയമ്മമോ, വെള്ളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തയമ്മം ചെയ്തോളൂ എന്നോ. അത് ആയത്തിന്റെ വജുഹുല്ലിസ്ഥിതിലാല പിന്നെ പറയുന്നത്. ലില്ലായത്തി എന്ന് പറഞ്ഞത് എന്താണ്? വൈൻ തവഹമഹു തലബഹു എന്ന് പറഞ്ഞതിന് തെളിവാണ് ലില്ലായത്തി. പിന്നെ അപ്പൊ ആയത്തി മസലന്റെ മേലെ എങ്ങനെ അറിയിക്കുക? ആ വജുഹുല്ലിസ്ഥിതിലാൽ വിശദീകരിക്കുന്നത്. ഇത് ലാ യുഖാലു ലിമല്ലം യത്ലുബ്, അണ്ട വെള്ളം അന്വേഷിക്കാത്തവനെ കുറിച്ച് പറയപ്പെടൂല. ലം യജിദ് എന്ന് പറയപ്പെടൂല. വെള്ളം തെരഞ്ഞു നോക്കിയിട്ട് കിട്ടിയിട്ടില്ല എങ്കിലാണ് എന്ത് പറയാ? ലം യജിദ്, കിട്ടിയില്ല എന്ന് പറയാം. അല്ലാതെ വെള്ളം കിട്ടാൻ സാധ്യത ഉണ്ടായിട്ട് അവിടെ പോയി നോക്കാത്തവനെ സംബന്ധിച്ച് കിട്ടിയില്ല എന്ന് പറയാം. അപ്പൊ ഫൈലം തെജിദു എന്ന് പറഞ്ഞ ആ മാനയിൽ നിന്നാണ് ഇത് ഇസ്തിംബാത്ത് ചെയ്തെന്നർത്ഥം. പിന്നെ വലിയന്നഹു തഹാറത്തു ലറൂറത്തിൻ വലാ ലറൂറത്തമായ ഇംകാനി തുഹരി, അതിലില്ലായത്തിന്റെ മേലെ അത്ഫ. വലിയന്നഹു ഈ പറഞ്ഞ തയമ്മും തഹാറത്തു ലറൂറത്തിന്റെ തഹാറത്താണ് അല്ലെ. ഒതുവാണ് ഇഖ്തിയാറിന്റെ, ഇത് ലറൂറത്തിന്റെ. അല ലറൂറത്തില്ലാമ ഇംകാനി തുഹരി ബിൽമായി, വെള്ളം കൊണ്ട് തുഹറ് മുംകിനാണെങ്കിൽ പിന്നെ ലറൂറത്തില്ലല്ലോ. അപ്പോ പിന്നെ വെള്ളം ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. വലായക്ഫി തലബു മല്ലം എഴുതല്ലഹു, അപ്പോ ഇവന്റെ എന്താണ് വിശ്വസ്തനായ പകരക്കാരനെ കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇവനെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. അവിടെ ഒരാൾ വെള്ളമൊക്കെ നോക്കിയിട്ട്, അതായത് ഇവനെ ഏൽപ്പിക്കാത്ത ഒരാൾ വന്നിട്ട് വെള്ളം നോക്കിയിട്ട് അവിടെ ഒന്നും വെള്ളമില്ല എന്ന് പറഞ്ഞു, എന്നാ മതിയാവോ? അത് പോരാ. വലായക്ഫി തലബു മല്ലം എഴുതല്ലഹു, അവന് സമ്മതം നൽകിയിട്ടില്ല, അങ്ങനത്തെ ഒരുത്തന്റെ തലബ് മതിയാവൂല. പിന്നെ വലാ തലബു ഫാസിഖിന്റെ തലബ് മതിയാവൂല. അപ്പൊ ഇവിടെ തവഹമഹു എന്ന് പറഞ്ഞതും എന്നപോലെ ഫൈൻ തയക്കന എന്നൊക്കെ പറഞ്ഞതിന്റെ ലമീർ ഏതാ? തലബഹു എന്ന് പറഞ്ഞ തലബ. എന്നപോലെ നായിബി ഹീന്റെ ലമീർ, അനാബന്റെ ലമീർ, അതൊക്കെ എന്താണ്? തയമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവൻ എന്ന ഒരു സിയാക്ക് എന്നറിയപ്പെട്ട ഒരാളുണ്ടല്ലോ, തയമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവൻ. വെള്ളം കിട്ടാഞ്ഞിട്ട് അതന്നെ അവനാണ്. ഇല്ല എന്ന് ഖലബ അലാ ലന്നിഹി സിദ്ഖുഹു, പക്ഷേ ഈ ഫാസിഖിന്റെ സിദ്ഖ് ഇവന് ഗാലിബായെങ്കിൽ അത് മതിയാവും. അത് ആ തലബ് ഫാസിഖിലേക്ക് മാത്രം മടങ്ങുന്ന. ഇല്ല എന്ന് ഖലബ അലാ ലന്നിഹി, ഇവന്റെ ലന്നിൽ, ആരാ ലന്നില്? ഈ തയമ ഉദ്ദേശിക്കുന്നവന്റെ ലന്നിൽ ഗാലിബായി സിദ്ഖുഹു, ആ ഫാസിഖിന്റെ സിദ്ഖ് ഗാലിബായെങ്കിൽ മതിയാവും. അപ്പൊ ആ ഫാസിഖിനെ ഇവൻ പകരാക്കിയതാണെന്ന് അർത്ഥം. മറ്റവനെ പകരാക്കിയിട്ടില്ല, അത് മതിയാവില്ല. പകരാക്കുമ്പോ അത് മതി. വൈന്നമാലം യജിബു തലബുൽ മാലി ലിൽ ഹജ്ജി വസ്സക്കാത്തി. അപ്പൊ വേറൊരു വിഷയം, ഹജ്ജ് നിർബന്ധമുണ്ടല്ലോ സ്വത്തുണ്ടെങ്കിൽ. അപ്പൊ സ്വത്ത് സമ്പാദിക്കൽ നിർബന്ധമുണ്ട് ഹജ്ജിന് വേണ്ടി. എന്നപോലെ സക്കാത്ത് നിസാബെത്തിയാൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുണ്ട്. അപ്പൊ നിസാബെത്തുന്ന അത്രയും മുതൽ സമ്പാദിക്കൽ നിർബന്ധമുണ്ടോ? അതില്ല. പിന്നെന്താ അവിടെ വെള്ളം അന്വേഷിച്ച് തലബ് ചെയ്യല് പിന്നെ നിർബന്ധമാണെന്ന് പറയാൻ കാരണം അതും ഇതെന്താ വ്യത്യാസം?
അപ്പോൾ അത് നിർബന്ധമില്ല. ഇത് മുതൽ അന്വേഷിക്കല്, തേടല്, ഹജ്ജിനും സക്കാത്തിനും അത് രണ്ടും നിർബന്ധമാകാൻ വേണ്ടിയിട്ട് ലിഅന്നഹു ഷർത്തുൻ ലിൽ വുജൂബി, കാരണം മുതൽ എന്ന് പറഞ്ഞത് ഹജ്ജിനും സക്കാത്തും വാജിബാകാനുള്ള ഷർത്താ. വഹുവ ലാ യജിബു തഹ്സീലുഹു, ഷർത്തുൽ വുജൂബ് ഹാസിലാക്കൽ നിർബന്ധമല്ല. തഹ്സീലുഹു എന്ന് പറഞ്ഞാൽ ഷർത്ത് അതിലേക്ക് വേണം. അപ്പൊ ഷർത്തുൽ ലിൽ വുജൂബ് ഹാസിലാക്കൽ നിർബന്ധമല്ല. ഇവിടെ ആണെങ്കിലോ വെള്ളം വഹുവ വമാഹുന, ഇവിടെയുള്ള ഒന്ന്, അതായത് വെള്ളം തേടണമെന്ന് നമ്മൾ തയമ്മത്തിന്റെ ബാബിൽ പറഞ്ഞപ്പോ അത് ഷർത്തുല്ലിൽ ഇന്ത്യക്കാലി അനിൽ വാജിബി ഇല ബദലിഹി, ഒരു വാജിബിൽ നിന്ന് അതിന്റെ ബദലിലേക്ക് മാറാനുള്ള ഷർത്ത, ഉളുവിൽ നിന്ന് തയമ്മത്തിലേക്ക് മാറാനുള്ള ഷർത്ത. ഫലസിമ, അപ്പൊ ആ ഷർത്ത് നിർബന്ധമായി. ഏതുപോലെയൊക്കെ തലബിർ റഖബത്തി ഫിൽ കഫാറത്തി, അതിന്റെ നദീർ ഏതാ? അത് ഹജ്ജും സക്കാത്തും അല്ല, അത് കഫാറത്തിൽ റഖബത്ത് തേടും പോലെ. കഫാറത്ത് വാജിബായ ഒരുത്തന് അപ്പൊ അടിമയെ മോചിപ്പിക്കണം അല്ലെ, അതില്ലെങ്കിലും നോമ്പ് നോൽക്കണം, അല്ലെ ഭക്ഷണം കൊടുക്കണം. അപ്പൊ അടിമ ഉണ്ടോ നോക്കണ്ടേ, എന്നിട്ട് കിട്ടിയില്ലെങ്കിലല്ലേ അടുത്തയിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. എന്ന പോലെ വെള്ളം ഉണ്ടോ നോക്കണം, കിട്ടിയില്ലെങ്കിൽ അടുത്തയിലേക്ക് നീങ്ങാം. അതാണ് അതിന്റെ നേരെ. പിന്നെ ഇവിടെ പകരക്കാരനെ കൊണ്ട് മതിയാവും എന്ന് പറഞ്ഞു. ഖിബില എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി ജിത്യാദ് ചെയ്താല് പകരക്കാരനെ കൊണ്ട് മതിയാവില്ല, അവൻ നേരിട്ട് തന്നെ എന്താക്കണം, ജിത്യാദ് ചെയ്യണം. അതോ അപ്പൊ അവിടെ പകരക്കാരൻ മതിയാവില്ല, ഇവിടെ മതിയാവും എന്ന് പറയാൻ കാരണം വന്ദനത്തിൽ ഇനാപത്തു പകരമാക്കൽ പാടില്ല ഫിൽ ഖിബിലത്തി, ഖിബില കണ്ടെത്തുന്നതിൽ, തലബ് ചെയ്യുന്നതിൽ, അന്നൽ മദാറ ഫീഹ, കാരണം ആ ഖിബിലയിലെ അടിസ്ഥാനം അലൽ ഇജ്തിഹാദ്, ഇജ്തിഹാദിന്റെ മേല, ഇജ്തിഹാദ് ചെയ്തിട്ടല്ലേ കണ്ടെത്തുന്നത്. ഓ അമ്രും മാനവിയുൻ, അതൊരു മാനവിയായ അമ്രാണ്. ഇഖ്തലിഫ് ബിഖ്തിലാഫിൽ അഷ്ഖാസി, വ്യക്തി മാറുന്നതിനനുസരിച്ച് അത് മാറും. അയാളുടെ ഈ പിന്നെ ഖിബില മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അയാൾ പഠിച്ചിട്ടുള്ളത്, അയാൾക്ക് അതിലുള്ള എന്താണ് നൈപുണ്യം എത്ര ഉണ്ട്, അതിനൊക്കെ അനുസരിച്ച് അത് മാറും. പിന്നെ ബിഖ്തിലാഫിൽ അഷ്ഖാസി വഹുന അലൽ ഫിഖ്ഹിൽ ഹിസ്സി, അത് ഹിസ്സി, ഇവിടെ ഉള്ളത് ഹിസ്സിയായ ഫഖദിന്റെ മേലാണ്. അലൽ ഫഖദിൽ ഹിസ്സി, വെള്ളം ഇല്ലാതിരിക്കുക എന്നുള്ളത്. നോക്കിയാൽ കാണുക, കിണറ്റിൽ വെള്ളമുണ്ടോ, കിണർ കാണുന്നുണ്ട്, വെള്ളമുണ്ടോ ഇല്ലേ നോക്കിയാൽ കാണുമല്ലോ. അതാ ഹിസ്സിയായ ഫഖദ് വഹുവ യഖ്തലിഫു, അത് വ്യക്തിയെ കൊണ്ട് മാറൂല. അപ്പൊ അതാണ് പകരക്കാരനായാലും മതി എന്ന് പറഞ്ഞത്. പിന്നെ ഇജ്തിഹാദ് അമ്റും മാനവിയ്യുൻ എന്ന് പറഞ്ഞതാ, നോക്കിയാൽ കാണുന്നതല്ല. അത് ഓരോരുത്തരും മനസ്സിലാക്കുന്ന അലാമത്തുകൾക്കനുസരിച്ച്, പഠിച്ച വിദ്യക്കനുസരിച്ച്. ചിലർ നക്ഷത്രം നോക്കിയിട്ടായിരിക്കും മനസ്സിലാക്കുക, ചിലർ കാറ്റിന്റെ ദിശ നോക്കിയിട്ടായിരിക്കും മനസ്സിലാക്കുക, ചിലര് വെയിലിന്റെ എന്താണ് നിഴല് നോക്കിയിട്ടായിരിക്കും മനസ്സിലാക്കുക. അങ്ങനെ പലതും ഉണ്ടാവും. പിന്നെ ചിലര് സംദുൽ ഖിബില നോക്കിയിട്ട് അങ്ങനെ മനസ്സിലാക്കും, ഇൽമു വെച്ചിട്ട്, ഇൽമുൽ മീഖാത്ത്. അങ്ങനെ തംബീഹുൻ ലാഹിറു ഖൗലിഹിം തലബഹു അന്നഹു ലാബുദ്ദ മിൻ തയഖുനി അന്നഹു തലബ, അതായത് തലബഹു എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ലാഹിർ എന്താണ്, ഇയാള് തേടി എന്ന് ഉറപ്പ് വേണമെന്ന. അന്നഹു ലാബുദ്ദ മിൻ തയഖുനി അന്നഹു തലബ, ഇവൻ എന്താണ് തേടി, ഔ അനാപമയ്യത്തുലുബു തലബ, അല്ലെങ്കിൽ എന്താണ് ആ വെള്ളം അന്വേഷിക്കാൻ ഒരാളെ പകരമാക്കി അയാള് എന്ത് ചെയ്തിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വേണം. രണ്ടാളൊന്നും ഉറപ്പ് വേണം. ഫലോ വലബ അലാ ലന്നിഹി അന്നഹു നായിബഹു, ഇവനോ അല്ലെങ്കിൽ ഇവന്റെ നായിബോ തലബ ഫിൽ വക്തില് തലബ് ചെയ്തിട്ടുണ്ട് എന്ന് ഗലബത്തുൽ തന്നെ ഉള്ളൂ. എന്നാൽ ലം യക്ഫി, അത് മതിയാവൂല, യഖീൻ തന്നെ വേണം. അപ്പൊ അവിടെ തയക്കനി എന്താണ്, ലാബുദ്ദമിൻ തയക്കുനി അന്നഹു തലബ എന്ന് പറഞ്ഞതിന്റെ മുഖാബലയിൽ പറഞ്ഞപ്പോ ഗലബ അലാ ലന്നിഹി എന്ന് പറഞ്ഞു. ഈ ഗലബത്തുൽ ലന്നും രണ്ടും ഒന്നാണോ രണ്ടും രണ്ടാണോ എന്നൊരു ഖിലാഫുണ്ട്. അത് രണ്ടും ഒന്നാ. ലെന്നിന് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗലബത്തുള്ളതുകൊണ്ട്, ആ തജ്വീസ് ഗാലിബായതുകൊണ്ട്, എന്താണ് റാജിഹായതും മർജൂഹായതും മുസ്തവി ആയതുകൊണ്ട് എന്നുണ്ടല്ലോ. ആ റുജഹാനെ സംബന്ധിച്ചാണ് ഈ ഗലബത്ത് എന്ന് പറയുന്നത്. അപ്പൊ ലെന്നിന് ലാസിമാണ് ഗലബത്ത്. അപ്പൊ അത് തയക്കുന്റെ മുഖാബലയിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഗലബ അലാ ലന്നിഹി എന്ന് പറഞ്ഞതാ. ഫലൗ ലന്നഹു അന്നഹു എന്നായാലും മതി, അർത്ഥം തന്നെ. തലബ ഫിൽ വക്തി ലം യക്ഫി ലിഅന്നൽ അസ്ല അദമു വജൂദിഹി, കാരണം എന്താ, ആ തലബില്ലാതിരിക്കലാണ് അസ്ല്. തലബുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ അസ്ല് ഇല്ലാതിരിക്കലല്ലേ, അതുകൊണ്ട് മതിയാവില്ല.
വലിമായത്തി അന്നമാ തഅല്ലഖ ബിൽ ഫിഅലി കഅദദി റകഅത്തി ലാ ബുദ്ദ ഫീഹി മിൻ യഖീനിൻ. അപ്പോ ലമ്യക്ഫി എന്ന് പറഞ്ഞിട്ടില്ലേ അന്നൽ അസ്ല അതിന്റെ മേൽ എത്തുക വലിമായെത്തി ശേഷം വരുന്ന ഒന്നിനു വേണ്ടി എന്താ വരുന്നത് അന്നമ തഅല്ലഖ ബിൽ ഫിഅലി ഫിഅലുമായി ബന്ധപ്പെടുന്ന ഒന്ന് ആ ഫിഅലല്ല ഫിഅലുമായി തഅല്ലുഖുള്ള ഒന്ന് കഅദദി റകഅത്തി റകഅത്തുകളുടെ എണ്ണം പോലെ ലാബുദ്ദ ഫീഹി മിനൽ യഖീനി അതിൽ ഉറപ്പ് വേണം എന്നാ. അപ്പൊ ഇതും അത് തന്നെയാണ് ഫിഅലല്ല ഫിഅലിന്റെ മുതഅല്ലഖാണ്. അപ്പോൾ ഫെയിലിന്റെ മുതഅല്ലഖിൽ യഖീനാണ്. തയമ്മമാണ് ഫെയിൽ അതിന്റെ മുതഅല്ലഖാണ് വെള്ളം തേടുക എന്നുള്ളത്. നിസ്കാരാണ് ഫെയില് അദദുർ റകഅത്ത് അതിന്റെ മുതഅല്ലഖ് അതിൽ യഖീന് വേണം. അപ്പൊ അങ്ങനെ ഇവിടെ യഖീന് വേണമെന്ന് പറയുമ്പോൾ നേരത്തെ എന്താണ് സബബുകളെ കുറിച്ച് പറഞ്ഞില്ലേ ലന്നു മദീന അതും എതിരാവുമോ എന്ന് അതില്ല. വലാ യുനാഫിഹി മാ മറ അനിർ റാഫിഈ ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ ലി അസ്ബാബിൻ എന്ന് പറഞ്ഞെടുത്ത് യക്ഫി ഫീഹ ലന്നു കമാ ഖാലഹു റാഫിഈ എന്ന് പറഞ്ഞു. അപ്പൊ ഫഖദുൽ മാ എന്നത് ലന്നുണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അതും എതിരാവുന്നു അതില്ല. കാരണം എന്താ അന്നൽ ഫഖദ വമാ ബഅദഹു അംറുൻ ഖാരിജുൻ അൻ ഫിഅലിഹി വെള്ളമില്ലാതിരിക്കുക ദാഹത്തിന് ആവശ്യമാകുക രോഗമുള്ളത് കൊണ്ട് ഉപയോഗിക്കാൻ പേടിയാകുക എന്നൊക്കെ പറയുന്നത് ആ മാ ബഅദഹു എന്ന് പറഞ്ഞ അസ്ബാബുകൾ അത് ഇവന്റെ ഫീലിനെ തൊട്ട് ഖാരിജായൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ലന്നു മതി എന്ന് പറഞ്ഞത്. ഇവിടെ ആണെങ്കിലോ ഇവന്റെ ഫീലല്ലേ തൊലബ് എന്ന് പറയുന്നത്. അപ്പൊ അത് യഖീനാക്കണം. പിന്നെ വൈന്നമാ യൽസമുഹു തൊലബു എവിടെയാണ് ഇവൻ തേടേണ്ടത് അവന് നിർബന്ധമാണ് തലബ് മിമ്മ തവഖമഹു ഫീഹി മിമ്മ ഒന്നിൽ നിന്ന് തേടണം ഒരു സ്ഥലത്തൊക്കെ നോക്കണം എന്നർത്ഥം. മിമ്മ തലബ മിൻഹു എന്നല്ലേ പറയാ തലബഹു മിൻഹു എന്നാ പറയാ. അപ്പൊ ആ മിന്നാണ് തലബ മിമ്മ എന്ന് പറഞ്ഞത്. എവിടൊക്കെ അന്വേഷിക്കണം തവഖമഹു അവൻ ആ വെള്ളത്തിനെ ജായിസാക്കിയിട്ടുണ്ട് ഫീഹി ആ ഒന്നില് ആ അതിലെല്ലാം അന്വേഷിക്കണം. ആ ഒന്നെന്തിനാലും മിൻ റഹലിഹി ഇവന്റെ വീട് വറുഫഖത്തിഹി ഇവന്റെ സഹയാത്രികര് ഇവരോടൊക്കെ ചോദിക്കണം അവിടൊക്കെ വെള്ളമുണ്ടോന്ന് അന്വേഷിക്കണം എന്താ. തവഖമഹു ഫീഹി മിൻ റഹലിഹി വഹുവ മൻസിലുഹു റഹൽ എന്ന് പറഞ്ഞാൽ ഇവന്റെ മൻസിൽ വീട് എന്നാണ്. പിന്നെ അത് ഹജർ കൊണ്ടുള്ളതാകാം കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ മദർ മണ്ണുകൊണ്ട് കെട്ടിയുണ്ടാക്കിയതാകാം ഷഅർ രോമം എന്താണ് കെട്ടിയുണ്ടാക്കിയതാകാം അങ്ങനത്തെ എന്തുകൊണ്ടും ആകാം. മസ്കനു ഷഖ്സിനാണ് എന്ത് റഹല് എന്ന് പറയുക. അപ്പൊ എന്താവും ഇവ യാത്രയിലാണെന്നുണ്ടെങ്കിൽ രണ്ടാളും വീട്ടിൽ നോക്കണം എന്ന് പറഞ്ഞേ ഇപ്പം ഹാലിറും നോക്കണം എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഈ റഹല് കൊണ്ട് ഉദ്ദേശം ഇവന്റെ വീട് അല്ലെ ഇവന്റെ മസ്കന്. യാത്രയിലാവുമ്പോ ഇവന്റെ വാഹനം എന്ന പോലെ അതില് പാത്രം മറ്റേതെല്ലാം വെച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ യാത്രയിൽ ഇടയ്ക്ക് എന്താണ് ഇറങ്ങി ടെന്റ് കെട്ടി രാത്രിയിൽ അവിടെ ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു താമസിച്ചു. അപ്പൊ എന്ത് ആ ടെന്റ് അതെല്ലാം റാഹിൽ പെട്ടതാ. അതാ മൻസിലുഹു വ അംതിഅത്തുഹു ഇവന്റെ എന്താണ് യാത്രാ സാമഗ്രികള് എന്നപോലെ വീട്ടിലെ വസ്തുക്കള് അതെല്ലാം ഉണ്ട്. അംതിയത്തെല്ലാം നോക്കണം. ബിഅൻ യുഫത്തിഷഹുമ അതിനോട് ചോദിക്കണം എന്നാ തലബഹു മിമ്മാ തവഖമഹു. അപ്പൊ അവരോട് ചോദിക്കാൻ പറ്റൂലല്ലോ റാഹിൽ എന്ന് പറഞ്ഞത്. അതിനെ പറഞ്ഞ ബിഅൻ യുഫത്തിഷഹുമ അതെല്ലാം പരിധി നോക്കുക അവിടെയൊക്കെ വെള്ളം ഉണ്ടോന്ന് അതിലൊക്കെ നോക്കുക. റുഫഖത്തിഹി ഇവന്റെ റുഫഖത്ത് അവിടെ പിന്നെ ചോദിക്കാൻ തന്നെയാണ്. തലബഹു എൽസമു തലബു മിമ്മ എന്ന് പറഞ്ഞത് അവരോട് അന്വേഷിക്കണം എന്ന് പറഞ്ഞ മാന ഈ റാഹിലിൽ ഒരു ഖഫാ ഉണ്ട്. അതിനാണ് സൂറത്ത് കൊടുത്തത് തസ്വീറാക്കിയ ബിഅൻ യുഫത്തിഷഹുമ റുഫഖത്തിഹി ബിതസ്ലീസി റായി റുഫഖത്ത് റഫഖത്ത് റിഫഖത്ത് എല്ലാം പറയും. അൽ മൻസൂബീന ലി മൻസിലിഹി ആദത്തൻ ഇവന്റെ വീടിനോട് എന്താണ് വീട്ടിലേക്ക് ചേർക്കപ്പെടുന്ന സഹയാത്രികർ എന്ന ആദത്തില് ലാ കുല്ലിൽ ഖാഫിലത്തി. അപ്പൊ റുഫഖത്ത് എന്ന് പറഞ്ഞത് മുസാഫിറിനെ ഉണ്ടാകുക റാഹിൽ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ലാ കുല്ലിൽ ഖാഫിലത്തി ഖാഫിലയിലുള്ള യാത്രാസംഘത്തിലുള്ള മുഴുവൻ ആൾക്കാരോടും ചോദിക്കണ്ടായി. അപ്പോ ഇൻ തഫാഹഷ കിബറുഹ ആ യാത്രാസംഘത്തിന്റെ കിബറു ഫാഹിഷായാലും വലിയ സംഘ 12,000 ആൾക്കാരുണ്ട്. ഇതെല്ലാം തെരഞ്ഞു വരുമ്പോഴത്തേക്ക് നേരെ എത്രയാവും അപ്പോഴത്തേക്ക് സമയം കഴിയും ചിലപ്പോൾ റുഫൻ.
അപ്പൊ ഉറുഫിൽ വലുതാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും ചോദിക്കണ്ട, ഇവനും ഇവന്റെ ചുറ്റുഭാഗമുള്ള കുറച്ച് ആൾക്കാരോടും ഇവനിലേക്ക് ചേർക്കപ്പെടുന്ന സഹയാത്രികൾ അത്രയും ചോദിച്ചാൽ മതി. കമാഹു ലാഹിറുൻ, അതാ കുല്ലുൽ മൻസില കാഫിലിനോട് വേണ്ടാന്നുള്ളതിന് ഇങ്ങനെ കൈതു കൊടുക്കണം. ഇൻതഫാഹഷ കിബറുഹ ഉറുഫൻ കമാഹു ലാഹിറുൻ. ഈ ഇലാ അൻ യസ്തൗഇബഹും, എത്ര ചോദിക്കണം? ആ റുഫഖത്തിന് എല്ലാരോടും ചോദിക്കണം. എല്ലാരോടും ചോദിക്കുമ്പോഴത്തേക്ക് നിസ്കാരം കളായി പോവെങ്കിലോ? നിസ്കാരം കളാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തയമ്മം എന്താണ് ജായിസാക്കി തന്നെ. അപ്പൊ പിന്നെ തേടിയിട്ട് കളായി പോയാലോ? അതിനെ പറഞ്ഞ ഔ യബ്ഖാമിനൽ വക്തി മായസഉ തിൽക സലാത്ത, ആ സലാത്തിന് ഇവൻ ഏത് നിസ്കാരമാണ് ഉദ്ദേശിക്കുന്നത്? സുബഹി ലോഹർ അങ്ങനെ ഏത് നിസ്കാരമാണ് ആ നിസ്കാരത്തിന് മതിയായൊരു സമയം വക്തിൽ നിന്ന് ബാക്കി ഉണ്ടാകുന്നത് വരെ ചോദിക്കുക. അപ്പൊ ഇസ്തിഅബുർ റുഫഖത്ത് വേണ്ട, സമയം ലീക്കായാൽ നടത്താം. വയക്ഫിന്നിദാഉ ഫീഹി, അപ്പൊ ഓരോരുത്തരോടും പോയി ചോദിക്കണം, അത് വേണ്ട, ഒന്നുകൊണ്ട് വിളിച്ചു വെച്ചാൽ മതി. ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാലും മതിയാവുമല്ലോ അല്ലേ? പക്ഷെ എല്ലാവരും കാണണം നിർത്താം. അതാ വയക്ഫിന്നിദാഉ ഫീഹിം, ആ റുഫഖത്തിൽ വിളിച്ചു വെച്ചാലും മതി. അതാ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാലും മതിയാവുമെന്ന് എല്ലാവരും കാണണം എന്നുള്ളതിനെന്താ? അത് ഷെർവാനി പറഞ്ഞ് യൽഹറു അന്നഹു ലാബുദ്ദ യഗ്ലിബ അലാ ലന്നി സമാഉ ജമീഇഹിം ലിനിദാഇഹി. കണ്ടോ, ഇവന്റെ നിദായി എല്ലാവരും കേട്ടു എന്നുള്ള വലബത്തിൽ തന്നെ വരണം. അപ്പൊ എല്ലാവരും കേട്ടോ ഇല്ല, മെസ്സേജ് കണ്ടോ ഇല്ല എന്നുള്ള ഇൻഫോ നോക്കണം. നോക്കിയിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആരും മറുപടി പറഞ്ഞില്ലെങ്കിൽ വെള്ളമില്ലാന്ന് വെക്കാം എന്നാ. പിന്നെ യക്ഫിന്നിദാഉ ഫീഹിം, എന്താ വിളിച്ചു ചോദിക്കണ്ടേ? ബി മമ്മഅഹു മാഉ യജൂദു ബിഹി വലൗ ബിസ്സമനി എന്ന് വിളിച്ചു ചോദിക്കുക. നിദാഉ ബി നാദാ ബി എന്ന് പറയാം, ആ ബാ ആണത് ദാരിദ്ര്യത്തിന്റെ. മമ്മഅഹു മാഉ, ആരടുത്ത വെള്ളമുള്ളത്? യജൂദു ബിഹി, എന്താണ് അത് നൽകാൻ. ജാത യജൂദു എന്ന് പറഞ്ഞാൽ ധർമ്മം ചെയ്യുക, ഔദാര്യമായി നൽകുക എന്നതിനർത്ഥമല്ല. അതിനുശേഷം വലൗ ബിസ്സമനി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അഴത്തായി പറ്റി നടത്താം. തരാൻ ആരടുത്ത വെള്ളമുള്ളത്? പൈസക്കാണേലും കുഴപ്പമില്ല. ഫലാബുദ്ധ മിൻ ദിക്രി, അപ്പൊ വലൗ ബിസ്സമനി പറയണം എന്നാ. അല്ലെങ്കിൽ ചിലപ്പോൾ കൊടുത്തില്ലെങ്കിലോ? അതുകൊണ്ട് പൈസക്കല്ല വെറുതെ വയ്ക്കുകയാണെന്ന് വിചാരിച്ചിട്ടേ, വെറുതെ കൊടുക്കാൻ വെള്ളമില്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാതിരുന്നല്ലോ, അതുകൊണ്ട് അത് പറയണം. വശുരിത്ത ലമ്മു ഔ യദുല്ലു അലൈഹി, എന്നും കൂടി ചോദിക്കൽ ഷർത്താണ് എന്ന് ലിദാലിക, ഏതിനു വേണ്ടി? മമ്മാഹുമാഉ യജീദു ബിഹി വല എന്നതിലേക്ക് ലമ്മി ചെയ്യണം. ശുരിത്ത ലമ്മു ലിദാലിക, അതിലേക്ക് ലമ്മി ചെയ്യാന്ന. അതിലേക്ക് മമ്മാഹുമാഉ യജൂദു ബിഹി വലൗ ബിസ്സമനി ഔ യദുല്ലു അലൈഹി, അല്ലെങ്കിൽ വെള്ളമുള്ളത് ആരാ പറഞ്ഞു തരിക? അപ്പുറത്ത് കുഴിയിലോ അപ്പുറത്ത് കിണറ്റിലോ അവിടെ വെള്ളം ഉണ്ടോ എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു തരുമോ എന്നും കൂടി ചോദിക്കണം. വഫീഹി വഖഫത്തുൻ, അങ്ങനെ ശുരിത്തളമ്മു, ഇത് ഷർത്താണ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയാം, അതിൽ വഖഫത്തുണ്ട്, ആ ഷർത്തിൽ വഖഫത്തുണ്ട്, അത് വേണ്ട. അന്ന ഫീമാതുക്കിറ, കാരണം നേരത്തെ മമ്മാഹുമാഉ യജൂദു ബിഹി വലൗസ ബിസ്സമനി എന്ന് പറഞ്ഞതിലുണ്ട് തലബദ്ദലാലത്തി അലൈഹി ബില്ലൗല, വെള്ളം ആരാ തരാനുള്ളത് എന്ന് ചോദിച്ചാൽ എന്ത് മനസ്സിലായി? ഇല്ലെങ്കിൽ വേറെ എവിടെങ്കിലും വെള്ളം ഉണ്ടോ എന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് അതിൽ ബില്ലൗല ഉണ്ടല്ലോ അല്ലേ? തലബദ്ദലാലത്തി അലൈഹി, വെള്ളത്തിന്റെ മേൽ അറിയിച്ചു തരലിനെ തേടുന്നുണ്ട്, ബില്ലൗല ഔല തരീക്കിൽ തേടുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞാൽ തന്നെ മതി, ഇത് പറഞ്ഞോണമെന്നില്ല എന്ന് പറഞ്ഞു. ഇനി അപ്പൊ റാഹിലും എന്ന പോലെ റുഫഖത്തിലും ഒക്കെ ചോദിക്കണം. പിന്നെ ഇനി എന്താണ്, അവിടെ നിന്നുകൊണ്ട് തന്നെ ഒന്ന് ചുറ്റും നോക്കണം. ഇത് എന്താണ് മുസ്തവിയായ ഭൂമിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് പോയി അന്വേഷിച്ചൊക്കെ വരണം എന്നാണ് ഈ പറയുന്നത്. പോയി നോക്കിയിട്ടൊക്കെ വരണം. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.